ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഓരോരോ ഡൗട്ട് ക്ലിയറൻസ് ആണ് യൂട്യൂബിൽ ലെങ്തി വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന്. സ്റ്റാർട്ടിങ്ങിൽ പാർട്ട് 1 പിഗ്മെൻറ്റ് എന്താണ്, ഓരോരോ പിഗ്മെൻറ്റിൻ്റെ കളർ ഷെയ്ഡ് എങ്ങനെയാണ് വരുന്നത്, ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും കുറച്ചായിട്ട് ഞാനിതിൽ പറഞ്ഞിരുന്നു. ഞാൻ വലിയ റെസിൻ ആർട്ടിസ്റ്റാണ്, എനിക്ക് നല്ലോണം അറിവുണ്ടെന്നല്ല, എനിക്കറിയുന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. അതിൽ വല്ല മിസ്റ്റേക്കോ തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കും പറഞ്ഞു തരാം കേട്ടോ. ഇനി ഓരോരോ വീഡിയോസിൽ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് പിഗ്മെൻറ്റ് വന്നിട്ട് മെറ്റാലിക് പിഗ്മെൻറ്റ്. ഇതിൽ എഴുതിയത് ബ്ലൂ ഗ്രീൻ എന്ന പേരാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ വൈറ്റാണ്, പക്ഷേ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഈ കളറിനൊരു പീക്കോ ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ നല്ലൊരു ഗ്ലിറ്റർ ടൈപ്പിലാണ് പിഗ്മെൻറ്റ് വരുന്നത്. പിന്നെ നമുക്ക് മൈക്ക പൗഡർ എങ്ങനെയാണെന്ന് നോക്കാം. മൈക്ക പൗഡർ 2 യൂസിങ് ഉണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് മോൾഡിൻ്റെ അകത്തൊരു പെയിൻ്റ് അടിച്ച് വെക്കുന്ന പോലെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മീത്ത പിഗ്മെൻറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ്, നല്ലൊരു എന്താ പറയണ, ആ ഒരു മോൾഡിനെ പെയിൻ്റ് അടിച്ച് നല്ലൊരു ഫിനിഷിങ് ടച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈ റെസിനൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് പിഗ്മെൻറ്റ് നോർമലി എടുക്കുന്നത് പോലെ എടുത്ത് റെസിനകത്തേക്ക് കുറച്ച് പിഗ്മെൻറ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിനാൽ അതും ഒരു മെറ്റാലിക് ഷെയ്ഡ് പിഗ്മെൻറ്റ് പോലെ തന്നെ. മൈക്ക പൗഡർ 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എന്താ പറയണ്ടേ, അതിൻ്റെ കൂടെ ഇപ്പം മെറ്റാലിക് പിഗ്മെൻറ്റിൻ്റെ കൂടെ വേറെ ഒഴിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അത് മിക്സ് ആവത്തില്ല. ഇതിപ്പോൾ ഈ മൈക്ക പൗഡറിൻ്റെ കൂടെ ഒപ്പാക്ക് പിഗ്മെൻ്റ് ആയാലും നല്ല ഒപ്പാക്ക് പിഗ്മെൻ്റ് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒപ്പാക്ക് പിഗ്മെൻ്റ് ആഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ വേറെ ഏത് പിഗ്മെൻ്റ് ആഡ് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ ഒരു ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഓരോരോ കളർ കോമ്പിനേഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇന്നത് കളർ യൂസ് ചെയ്ത് ഇന്ന കളറാവും. അതിനനുസരിച്ച് നമുക്ക് ഓരോരോ പിഗ്മെൻറ്റ് മൈക്ക പൗഡറിൽ മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയേണ്ടത്, അതിൽ ഈ 2 യൂസിങ്ങാണ് മൈക്ക പൗഡറിനെ കൊണ്ടുള്ളത്. പിന്നെ വന്നിട്ട് ഗ്ലോയിങ് പിഗ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന പെൻഡൻറ്റിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. രാത്രി നല്ല ഗ്ലോയിങ് ആയിട്ട് വരുന്ന പെൻഡൻസ് കൂടുതൽ എല്ലാവരും കാണുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനില്ല. എല്ലാ പിഗ്മെൻറ്റ്സും യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പിഗ്മെൻറ്റും യൂസ് ചെയ്യേണ്ടത്. നൈറ്റിൽ കുറച്ച് ഗ്ലോ കിട്ടുന്ന ഈ പിഗ്മെൻറ്റ് കൊണ്ട് വ്യത്യാസമുള്ളൂ. അടുത്ത പിഗ്മെൻറ്റ്സ് ഈ ഒരു ബോട്ടിൽ കാണുന്ന വാട്ടർ കളർ കണക്കത്തെ ഒരു പിഗ്മെൻ്റാണ്. അത് എല്ലാവരും ചോദിക്കുന്നത് വാട്ടർ കളറാണോ എന്ന്. പക്ഷേ എല്ലാവരും വാട്ടർ ടൈപ്പിലാണ്. ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ഒരു എന്താ പറയുക, ഒരു സ്പ്രെഡിങ് വാട്ടർ ഇങ്ങനെ സ്പ്രെഡായ പോലത്തെ ഒരു പിഗ്മെൻ്റാണ്. അതാകുമ്പോൾ ഡാർക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. ആ വീഡിയോയിലുള്ള പോലെ ലൈറ്റ് ആക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് അതൊക്കെ നമ്മൾ ഈ പിഗ്മെൻറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് മാറി വരുന്നതാണ്. ഇത് ആദ്യം തന്നെ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾ ഈ പിഗ്മെൻറ്റ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നെല്ലാം വാങ്ങി യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കൊന്നും അതിൻ്റെ ഒരു രീതി മനസ്സിലാവത്തില്ല, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെയാവും. അപ്പം ഒന്ന് വാങ്ങി നോക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ കഴിഞ്ഞതിൻ്റെ നല്ലൊരു ഗ്ലാസി ടച്ച് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ, ഗ്ലാസ് ടൈപ്പുള്ളൊരു പിഗ്മെൻ്റാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അല്ല, ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റോക്കിൻ്റെ PDF നിന്നൊന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഡൗട്ട് ക്ലിയറൻസുമായിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.